ക്ലൈമാക്സിൽ നമ്മളെ വിഷമിപ്പിച്ച മോഹൻലാൽ സിനിമകളെ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരുപാടുണ്ടാവും അല്ലേ? അതിപ്പോ കിരീടം, വന്ദനം, പവിത്രം, അങ്ങനെ. എന്നാൽ അക്കൂട്ടത്തിൽ അധികമാരും പറഞ്ഞു കേൾക്കാത്തൊരു സിനിമയാണ് 94-ൽ പുറത്തിറങ്ങിയ പക്ഷേ. എന്നാൽ ഇവിടെ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒറ്റയടിക്ക് നോക്കുമ്പോൾ ക്ലൈമാക്സിൽ നമ്മൾ വിഷമിക്കാനും മാത്രം നായകന്റെ ലൈഫിൽ ട്രാജഡി ഒന്നും സംഭവിക്കുന്നില്ല. മാത്രവുമല്ല, നല്ലൊരു കാര്യം സംഭവിക്കുന്നുണ്ട് താനും. പക്ഷേ സിനിമ ആ സ്റ്റേജ് എത്തുമ്പോഴേക്ക് നമ്മൾ നായകന് വേണ്ടി ആഗ്രഹിക്കുന്നത് മറ്റൊന്നായിരുന്നു. അത് ഏതാണ്ട് നായകന്റെ കൈപ്പിടിയിൽ എത്തിയതുമാണ്. എന്നാൽ അവിടെ വെച്ച് നായകൻ അത് വീണ്ടും നഷ്ടമാവുകയാണ്. ഈ വീണ്ടും നഷ്ടമാവുന്നു എന്ന് പറയുമ്പോൾ ഇതേ സിനിമയിൽ ഇതേ ഒരു നഷ്ടം നായകന് മുൻപും സംഭവിക്കുന്നുണ്ട്. സോ ഇതൊക്കെ കൊണ്ട് തന്നെ കാണുന്ന നമ്മെ കുറച്ചൊരു വിഷമത്തിലേക്ക് തള്ളിവിട്ട് അവസാനിപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു ഇത്. പിന്നെ പിൽക്കാലത്ത് ഇറങ്ങിയ നമ്മുടെ കസ്തൂരിമാനിലെ സാജൻ ജോസഫ് IAS എന്താണോ സംഭവിച്ചത് അത് അതേപടി സംഭവിച്ചതായി കാണിച്ച മറ്റൊരു സിനിമയായിരുന്നു ഇത്. എന്ന് വെച്ചാൽ ഈ പടത്തിൽ നിന്ന് സ്വാംശീകരിച്ചെടുത്ത ഒരു ഐഡിയ ആണ് അതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതൊക്കെ നമുക്ക് എന്താ ഉറപ്പല്ലേ? കസ്തൂരിമാൻ എഴുതുമ്പോൾ ഒരു പക്ഷേ ലോഹിതദാസിന്റെ മെമ്മറിയിൽ ഈ ഒരു സിനിമ വന്നിട്ട് കൂടി ഉണ്ടാവില്ല. എനിവേസ്, ഒരുപാട് കളിചിരികളൊന്നും ഇല്ലാത്ത 90കളിലെ ഒരു മോഹൻലാൽ ചിത്രം. സീരിയസ് സബ്ജക്ട് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ, ഈ പടം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കാം.